പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വിധി അതിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് നെന്മാറ സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്കെതിരായ ശിക്ഷാവിധി ഇന്നുണ്ടായേക്കും. സജിതയെ കൊലപ്പെടുത്തിയത് ചെന്താമരയാണെന്ന് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷ സംബന്ധിച്ച് വാദം കേട്ട ശേഷമായിരിക്കും വിധി പുറപ്പെടുവിക്കുക. ഗോകുൽ VS പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഇപ്പോഴും മറ്റു കുറ്റബോധം ഒന്നുമില്ല. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വാർത്തയാണ് കിട്ടേണ്ടത്. ആ രണ്ട് പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടായേക്കുമല്ലേ? ഇന്ന് തന്നെ ഒരുപക്ഷെ ഉണ്ടാകാനാണ് സാധ്യത. ഇന്ന് ഈ കേസിൽ ശിക്ഷയിൽ വാദം കേൾക്കും. അതിനുശേഷം ഒന്നുകിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അതല്ലെങ്കിൽ മറ്റൊരു ദിവസമോ ആയിട്ടായിരിക്കും ശിക്ഷാവിധി കോടതി പുറപ്പെടുവിക്കുക. ഏതായാലും ഒരു 11 മണിക്കാണ് കോടതി ചേരുക. അതിനുശേഷം ആദ്യ കേസുകളിൽ ഒന്ന് തന്നെയായിരിക്കും ഈ കേസെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഈ കേസിൽ ശിക്ഷയിൽ വാദം കേൾക്കും. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷയായിരിക്കും ആവശ്യപ്പെടുക. അതനുസരിച്ച് അതിൽ വാദമുണ്ടാകും. ചെന്താമരയ്ക്ക് പറയാനുള്ളത് കൂടി കോടതി കേൾക്കും. അതിനുശേഷം ഇന്നൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമോ അതല്ലെങ്കിൽ മറ്റൊരു ദിവസമോ ആയി ശിക്ഷ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ വളരെ വിവാദമായൊരു കേസാണ് സജിത വധക്കേസ്. അതിനുശേഷം സജിതയുടെ ഭർത്താവിൻ്റെ അമ്മയെയും ജാമ്യത്തിലിറങ്ങിയ പ്രതി കൊലപ്പെടുത്തുന്ന സംഭവമൊക്കെ ഉണ്ടായി. ഏതായാലും ഇന്നത്തെ ശിക്ഷാവിധിയിൽ ഈ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ സ്വാധീനിക്കില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ ഇരട്ട കൊലപാതകം വിചാരണയ്ക്കെടുക്കുമ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട സ്ഥിതിക്ക് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളോ അതെല്ലാം തന്നെ രണ്ടാമത്തെ കേസിനെ സ്വാധീനിക്കും എന്നുള്ളതും നിയമവൃത്തങ്ങൾ അല്ലെങ്കിൽ നിയമവിദഗ്ധർ പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അതല്ലെങ്കിൽ നാളെയോ എന്താണ് ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.